لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وأصحابه وأتباعه بإحسان إلى يوم الدين أما بعد. നമ്മൾ സൂറത്ത് തക്വീറാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഈ സൂറത്തിലെ ആദ്യത്തെ 14 ആയത്തുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി. ഈ സൂറത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യം അത് ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശദീകരിച്ചിട്ടുള്ളതാണ്. ഇമാം തിർമിദിയും ഇമാം അഹ്മദും ഒക്കെ ഉദ്ധരിച്ച സഹീഹായ ഹദീസിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യുന്നു. മൻ സർറഹു അൻ യൻദുറ ഇലാ യൗമിൽ ഖിയാമ കഅന്നഹു നദറു ഐൻ, കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ഖിയാമത്ത് നാൾ അറിയണം എന്നാരാണോ ആഗ്രഹിക്കുന്നത് ഫല്യഖറ, അവൻ ഓതിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ 3 സൂറത്തുകളുടെ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇദ ശംസു കുവിറത്ത്, അതുപോലെ ഇദ സമാഉ ഇൻഷഖത്ത്, അതുപോലെ ഇദ സമാഉ ഇൻഫതറത്ത്. ഈ 3 സൂറത്തുകൾ. ഈ സൂറത്തിൻ്റെ ലക്ഷ്യം അതാണ്. ദിക്റു അഹ്വാലി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ സംഭവ വികാസങ്ങൾ, അന്നത്തെ അവസ്ഥകൾ വിശദീകരിക്കുക. അതിനെ സംബന്ധിച്ചുള്ള ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത്. ആകാശഭൂമികളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ, അതുപോലെ വന്യമൃഗങ്ങൾ ഒരുമിച്ച് കൂട്ടുന്നത്, കുഴിച്ചു മൂടപ്പെട്ട കുട്ടികളോട് അല്ലാഹു തആല ചോദിക്കുന്നത്, അവരെ കുഴിച്ചു മൂടിയ ആളുകളെ ഭീഷണിപ്പെടുത്താനും അപമാനിക്കാനും വേണ്ടി ആ കുട്ടികളോട് അല്ലാഹു ചോദിക്കും. കർമ്മങ്ങളുടെ രേഖകൾ അല്ലാഹു അവിടെ പ്രദർശിപ്പിക്കും. ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. സ്വർഗ്ഗനരകങ്ങൾ പ്രദർശിപ്പിക്കും. ആ സമയത്താണ് അലിമത് നഫ്സുൻ മാ അഹ്ദറത്ത്, ഓരോരുത്തർക്കും അവനവൻ സമ്പാദിച്ചത് എന്താണ് എന്ന് വ്യക്തമാകും. ഇത്രയുമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത്. ഇനി അതിന് ശേഷം വിശുദ്ധ ഖുർആനെക്കുറിച്ചാണ് വരാനിരിക്കുന്ന ആയത്തുകളിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രസക്തി വളരെ വ്യക്തമാണ്. ഈ പറഞ്ഞ പരലോകത്തെ ഭയാനകമായ അവസ്ഥകളിൽ രക്ഷ ആർക്കായിരിക്കും? അള്ളാഹുവിനനുസരിച്ചവർക്കായിരിക്കും. വിശുദ്ധ ഖുർആൻ പിന്തുടരുന്ന ആളുകൾക്കായിരിക്കും. അതുകൊണ്ടാണ് ഇനി ഖുർആനെക്കുറിച്ച് പറയുന്നത്. ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസ്, അല്ലാഹു തആല സത്യം ചെയ്ത് പറയുകയാണ് ബിൽ ഖുന്നസ്. എന്താണ് ഖുന്നസ് എന്ന് പറഞ്ഞാൽ? അതിന് മുമ്പ് ലാ ഉഖ്സിമു എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. എന്താ ഉഖ്സിമു എന്ന് പറഞ്ഞാൽ ഞാൻ സത്യം ചെയ്യുന്നു. ലാ ഉഖ്സിമു എന്ന് പറഞ്ഞാലോ? ഇവിടെ ലാ എന്നുള്ളത് നമ്മൾ സാധാരണ അറബിയിൽ ഇല്ല എന്ന് പറയാൻ ഉപയോഗിക്കുന്ന ലാ അല്ല. ഇത് ലാ അസ്സായിദ എന്ന് പറയും. സായിദ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് പ്രത്യേകിച്ചൊരർത്ഥമില്ല, അധികരിച്ചൊരർത്ഥമില്ല. എന്നാൽ എന്തിനാണ് പിന്നെ അത് ഉപയോഗിക്കുന്നത്? തഅക്കീദ്, ഉറപ്പിക്കാൻ വേണ്ടി. ലാ ഉഖ്സിമു എന്ന് പറഞ്ഞാൽ ഞാൻ തീർച്ചയായും സത്യം ചെയ്ത് പറയുന്നു. സത്യം ചെയ്ത് പറയുന്നു എന്നതിനെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. വിശുദ്ധ ഖുർആനെ കുറിച്ച് പറയുമ്പോൾ സായിദ എന്ന് പറയരുത് എന്ന് ചില ഉലമാക്കൾ പറഞ്ഞത് കാണാം. കാരണം ഖുർആനിൽ ആവശ്യമില്ലാത്തൊരു വാക്കുമില്ല. പക്ഷെ അത് സാങ്കേതികമായൊരു വിഷയം മാത്രമാണ്. യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് ഇതേ ആശയം തന്നെയാണ്. അതായത് ലാ എന്നുള്ളത് സായിദയാണ് എന്ന് പറയുന്നവരും എന്തുദ്ദേശിക്കുന്നില്ല? അതിന് അർത്ഥമില്ല എന്ന് ഉദ്ദേശിക്കുന്നില്ല. അത് അറബി ഭാഷയിലുള്ള ഒരു സാങ്കേതിക പദം മാത്രമാണ് സായിദ എന്നുള്ളത്. ശരി. അപ്പോൾ ലാ ഉഖ്സിമു, തീർച്ചയായും ഞാൻ സത്യം ചെയ്യുന്നു, ബിൽ ഖുന്നസ്, ഖുന്നസിനെ കൊണ്ട്. എന്താണ് ഖുന്നസ് എന്ന് പറഞ്ഞാൽ? നക്ഷത്രങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. നക്ഷത്രത്തിൻ്റെ 3 സിഫത്തുകൾ പറഞ്ഞിട്ടാണ് അള്ളാഹു നക്ഷത്രത്തെ ഇവിടെ സത്യം ചെയ്ത് പറയുന്നത്. അൽ ഖുന്നസ്, അൽ ജവാരി, അൽ ഖുന്നസ്. ഇങ്ങനെയായിട്ടുള്ള ഈ 3 വിശേഷണങ്ങളുള്ള വസ്തുവെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു. എന്താണ് ഈ 3 വിശേഷണങ്ങൾ? അൽ ഖുന്നസ് എന്ന് പറഞ്ഞാൽ ഖനസ എന്നതിൻ്റെ ഇസ്മുൽ ഫായിലിൻ്റെ ജംആണ്. ഖനസ എന്നുള്ള ഫെയിൽ ചെയ്യുന്നവരായിട്ടുള്ള ഒരു കൂട്ടം. എന്താണ് ഖനസ എന്ന് പറഞ്ഞാൽ? നമ്മൾ മലയാളത്തിൽ സാധാരണ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ മുങ്ങ എന്ന് പറയില്ലേ? ഒരു സ്ഥലത്തു നിന്ന് രക്ഷപ്പെടുക, അതാണ് ഖനസ എന്ന് പറയുന്നത്. ശൈത്താനെക്കുറിച്ച് എന്താണ് സൂറത്തുൽ നാസിൽ പറഞ്ഞത്? മിൻ ശർരിൽ വസ്വാസി അൽ ഖന്നാസ്. ഖന്നാസാണ്, ഖന്നാസിൻ്റെ ജമാണ് ഖുന്നസ്. എന്താണ് ഖന്നാസ് എന്ന് ശൈത്താനെക്കുറിച്ച് പറയാൻ കാരണം? എൻ്റെ തഫ്സീറുകളിൽ കാണാം, ഇദാ ഗഫലൽ ഇൻസാൻ വസ്വസ്, മനുഷ്യൻ അള്ളാഹുവിനെക്കുറിച്ച്, അവൻ്റെ ദിക്റിനെക്കുറിച്ച് അശ്രദ്ധയിലായാൽ വസ്വാസ് ഉണ്ടാക്കും. വൈദ ദക്കർ അല്ലാഹ ഖനസ്, അള്ളാഹുവിനെക്കുറിച്ച് ഓർത്താൽ അവിടെ നിന്ന് രക്ഷപ്പെടും. അതാണ് ഖുന്നസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ഇപ്പോൾ ഇവിടെ നക്ഷത്രത്തെക്കുറിച്ച് ഇങ്ങനെ പറയാൻ കാരണം, നക്ഷത്രം നേരം വെളുത്താൽ അപ്രത്യക്ഷമാകും. തദ്ഹറു ഫിൽ ലൈൽ വതഖ്നസു, ഖനസ യഖ്നസു ആണോ യഖ്നുസു ആണോ? ഒന്ന് നോക്കിയാൽ വഹയില്ലേ, വഹി എന്ന ആപ്പ്, അതിലൊന്ന് നോക്കി. അപ്പോൾ രാത്രിയായാൽ പ്രത്യക്ഷപ്പെടും,
നേരം വെളുത്താൽ അപ്രത്യക്ഷമാകും. അതാണ് ഈ ആയത്തിൻ്റെ അർത്ഥം. അൽ ജവാരി, എന്താണ് ജവാരി എന്ന് പറഞ്ഞാൽ വ്യക്തമായ വളരെ ലളിതമായ വാക്കാണ്. ജാരിയ എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുന്നത്, ജറ എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചു, സഞ്ചരിക്കുന്നതാണ്, നക്ഷത്രങ്ങൾ സഞ്ചരിക്കുന്നുണ്ട്. അൽ കുന്നസ്, കുന്നസ് എന്ന് പറഞ്ഞാൽ ഖനസ എന്നുള്ള ഫെയിലാണ്. ഖനസ എന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. ഖനസ, ഖനസ ഫി കിനാസിഹി, കിനാസ് എന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങളുടെ മാളം, ഗുഹ ആണ് കിനാസ് എന്ന് പറയാം. അപ്പോൾ അത് അതിൻ്റെ മാളത്തിൽ പ്രവേശിക്കുന്നതിനാണ്. അതിൻ്റെ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞ് പകൽ കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ ഒരു വന്യമൃഗം ദഖലൽ വഹ്ഷു ഫി കിനാസിഹി, വന്യമൃഗം അതിൻ്റെ മാളത്തിൽ പ്രവേശിച്ചു. ഇത് 3 വാക്കുകളും നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞ 3 വാക്കുകൾ, അൽ ഖുന്നസ്, അൽ ജവാരി, ജവാരിക്ക് ലാസ്റ്റ് ഒരു യാ ഉണ്ട്, പക്ഷെ അത് ആ യാ ഹദ്ഫ് ചെയ്തതാണ്. അത് നമ്മൾ പഠിക്കും ഇൻഷാ അല്ലാഹ്, എപ്പോഴാണ് യാ നഷ്ടപ്പെടുക എന്നുള്ളത്. അൽ ജവാരി, അൽ കുന്നസ്. ഈ 3 വാക്കുകളും മൃഗങ്ങളെക്കുറിച്ച് പറയാൻ അറബിയിൽ ഉപയോഗിക്കുന്ന വിശേഷണങ്ങളാണ്. ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുക, അതുപോലെ തന്നെ ഓടി നടന്ന് സഞ്ചരിക്കുക, അതിൻ്റെ സമയം കഴിയുമ്പോൾ മാളത്തിൽ കയറുക, ഇതൊക്കെ മൃഗങ്ങൾ, വന്യമൃഗങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനെ പ്രയോഗിക്കുന്നത് ഒരു വസ്തുവിനെക്കുറിച്ച് പറയാൻ വേണ്ടി അതിൻ്റെ വിശേഷണങ്ങൾ തന്നെയാണ്, പക്ഷേ മറ്റൊരു വസ്തുവാണ് ഈ വിശേഷണം കൊണ്ട് കൂടുതൽ അറിയപ്പെടുന്നത്. ഇത് അറബി സാഹിത്യത്തിലൊരു ശൈലിയാണ്. ഇത് കേട്ടാൽ തോന്നുന്ന ഒരു മൃഗത്തെക്കുറിച്ചാണ് ഈ പറയുന്നതെന്നാണ്, പക്ഷേ നക്ഷത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും നക്ഷത്രമാണ് ഉദ്ദേശിക്കുന്നത്. അതിന് അറബിയിൽ ബലാഗയിൽ ലുഗ്സ് എന്ന് പറയും. അതിൻ്റെ ജമാണ് അൽഗാസ്, ലുഗ്സുൻ അൽഗാസുൻ. നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ കടങ്കഥ, കടങ്കഥക്ക് അറബിയിൽ ലുഗ്സ് എന്നാണ് പറയാം. അപ്പോൾ അങ്ങനെയുള്ള പ്രയോഗം അത് സാഹിത്യത്തിൽ അറബി ബലാഗയിൽ ഉള്ള ഒരു ശൈലിയാണ്. അത് വളരെ കുറച്ചേ ഉപയോഗിക്കുള്ളൂ, കവിതകളിലൊക്കെ അപൂർവമായിട്ട് ഉപയോഗിക്കുള്ളൂ. അതുപോലെ തന്നെ ഖുർആനിലും അപൂർവമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഈ ശൈലി എന്ന് മുഫസ്സിരീങ്ങൾ ചിലർ പറഞ്ഞത് കാണാം. ഫലാ വഖ്സിമു ബിൽ ഖുന്നസ് അൽ ജവാരി അൽ ഖുന്നസ്. അപ്പോൾ നക്ഷത്രങ്ങളെ കൊണ്ട് സത്യം ചെയ്തു. വല്ലൈലി ഇദാ അസ് അസ്, അടുത്തത് സത്യം ചെയ്യുന്നത് രാത്രിയെ കൊണ്ട്. ഇദാ അസ് അസ, അസ് അസ എന്ന് പറഞ്ഞ വാക്ക് ഒരു ഗരീബാണ്, ഖുർആനിൽ ഉള്ള സാധാരണ അറബി ഭാഷയിൽ നിത്യജീവിതത്തിൽ പ്രയോഗിക്കാത്ത ഒരു വാക്കാണ്. എന്താണ് എൻ്റെ അർത്ഥം? അസ് അസ എന്ന് പറഞ്ഞാൽ നമ്മൾ സർഫിൽ പഠിച്ചിട്ടുണ്ട് ഒരു വസിന്. ഏതാണത്? അസ് അസയുടെ വസിന് ഫഅലല, റുബായി മുജറദ്. അപ്പോൾ മുദാരി എന്തായിരിക്കും അതിൻ്റെ? ഫഅലലയുടെ മുദാരി എന്താണ്? യുഫഅലിലു അല്ലേ? അപ്പോൾ ഇതിൻ്റെ മുദാരി എന്തായിരിക്കും? അസ് അസയുടെ യു അസ് ഐസു. അപ്പോൾ കണ്ടോ, അപ്പോൾ നമുക്ക് അസ് അസ അതിൻ്റെ മുദാരി യു അസ് ഐസു ആണെന്ന് പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സർഫിൻ്റെ ഫായത ഉണ്ടല്ലേ, അതാണ്. ഇനി അർത്ഥം എന്താണ്? അസ് അസ എന്ന് പറഞ്ഞാൽ 2 അർത്ഥമുണ്ട്. ഇത് അൽദാദിൽപ്പെട്ടതാണ്. അൽദാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അസ് അസ എന്നുള്ള വാക്ക് അൽദാദുൻ എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട വാക്കാണ്. അൽദാദ് എന്ന് പറഞ്ഞാൽ വിപരീത അർത്ഥമുള്ള വാക്ക്. വിപരീത അർത്ഥം എന്ന് പറഞ്ഞാൽ ആ വാക്കിന് തന്നെ പരസ്പര വിരുദ്ധമായ 2 അർത്ഥങ്ങളുണ്ടായിരിക്കും. ലിദ്ദായിട്ടുള്ള വാക്കാണ്. എന്താണ് 2 അർത്ഥങ്ങൾ? അക്ബല അദ്ബറ. അക്ബല എന്ന് പറഞ്ഞാൽ മുന്നിട്ട് വന്നു, അദ്ബറ എന്ന് പറഞ്ഞാൽ പിന്നോട്ട് പോയി. ഈ 2 അർത്ഥമുള്ള വാക്കാണ് അസാസ്. അപ്പോൾ രാത്രി മുന്നിട്ട് വരിക എന്ന് പറഞ്ഞാൽ മഗ്രിബാവുന്ന സമയം, വൈകുന്നേര സമയം. പിന്തിരിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ ഫജ്ർ. അപ്പോൾ രാത്രിയുടെ തുടക്കവും അവസാനവും ഇത് 2ഉം ഇതിലുൾപ്പെടും. വസുബഹി, ഇനി പ്രഭാതമാണ് സത്യം, രാവിലെ സമയം. സുബഹിയാണ് സത്യം. ഇദാ തനഫസ്, അത് ശ്വാസം വിടുമ്പോൾ. ഇപ്പോൾ സുബഹിയെക്കുറിച്ച് പറഞ്ഞത് ഈ പ്രഭാത സമയം ഉദിച്ചു വരുന്നതിനെക്കുറിച്ച് തനഫസ, ശ്വാസം വിടുക എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചത്. ഇത് ഖുർആൻ്റെ ശൈലിയിലുള്ള ഭംഗിക്ക് ഉദാഹരണമായിട്ട് പറയാറുണ്ട്. ഇങ്ങനെ ഒരു പ്രയോഗം മുമ്പ് അറബിയിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അറബി സാഹിത്യത്തിൽ അറബികൾ കവിതയുടെയും സാഹിത്യത്തിൻ്റെയും പേരിൽ അറിയപ്പെട്ടവരാണ് ജാഹിലിയ കാലത്ത്. പക്ഷെ അവരാരും, ഒരു കവിയും ഉപയോഗിച്ചിട്ടില്ലാത്തൊരു പ്രയോഗമാണ് വസുബഹി ഇദാ തനഫസ് എന്നുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മൾ പിന്നെ നേരം വെളുക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നോക്കിയാൽ ആ സമയത്തുള്ള ആ കാറ്റ് അല്ലെ അന്തരീക്ഷ വായു അതിനൊരു പ്രത്യേകതയുള്ളതായിട്ട് നമുക്ക് തോന്നും ഇല്ലേ? ആ സമയത്ത് അന്തരീക്ഷം ഒരു ദിവസത്തെ ഏറ്റവും ശുദ്ധമായ, ഏറ്റവും ആസ്വാദ്യകരമായ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറഞ്ഞായിട്ട് കാണാം ഈ വിഷയം വിശദീകരിക്കുമ്പോൾ. കണ്ണ് കാണാത്ത ഒരാൾ, ഷെയ്ഖിന് പരിചയമുള്ള ഒരാൾ, അയാൾ നേരം വെളുക്കുന്നത് സുബഹി ആയാൽ പറയും സമയം. ഫജർ വാങ്ങ് കൊടുക്കാനുള്ള സമയമായാലും അയാൾ പറയായിരുന്നു. എനിക്ക് മനസ്സിലാവും, കണ്ണ് കാണില്ല, സമയം നോക്കാനും കഴിയില്ല, സൂര്യനെ നോക്കിയിട്ട് സമയം കണ്ടുപിടിക്കാനും കഴിയില്ല. അപ്പോൾ അയാളോട് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറയുന്നത് ശ്വാസം എടുത്തിട്ട് ആ സമയത്തുള്ള ശ്വാസത്തിനൊരു പ്രത്യേകതയുണ്ട്, അത് അയാൾക്ക് മനസ്സിലാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്.
ഇതെല്ലാം മനുഷ്യന്മാർക്ക് അറിയാവുന്നതാണ്. നമ്മുടെ ഭാഷയിലൊക്കെ സാഹിത്യത്തിൽ പ്രയോഗിക്കാറുണ്ട് ഈ രാവിലത്തെ സമയത്തെ അന്തരീക്ഷ വായുവിൻ്റെ ഭംഗിയെക്കുറിച്ച്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു പ്രയോഗം അറബി ഭാഷയിൽ ഖുർആനിൽ ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. വസ്സുബഹി ഇദാ തനഫസ്, അപ്പം നക്ഷത്രങ്ങൾ, രാത്രി, പ്രഭാത സമയം, ഈ 3 സൃഷ്ടികളെയും കൊണ്ട് സത്യം ചെയ്തിട്ട് എന്താണ് ഇനി പറയുന്ന വിഷയം? അൽ മുഖ്സമു അലൈഹി, സത്യം ചെയ്ത് പറയുന്ന കാര്യം എന്താണ്? ഇന്നഹു, തീർച്ചയായും അത്, അഥവാ ഖുർആൻ എന്ന് പറയുന്നത്, ലഖൗലു റസൂലിൻ കരീം, ലഖൗലു റസൂലിൻ കരീം, വളരെ കരീമായിട്ടുള്ള, അത്യുന്നതനായിട്ടുള്ള, മാന്യനായിട്ടുള്ള ഒരു റസൂലിൻ്റെ വാക്കാണ്. ഈ റസൂലിൻ കരീം ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അപ്പോൾ ഈ റസൂൽ എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തേത്, ഇത് അള്ളാഹുവിൻ്റെ കലാമാണെന്ന് മനസ്സിലാക്കാം. കാരണം എന്താണ്? റസൂൽ എന്ന് പറയുമ്പോൾ, ദൂതൻ എന്ന് പറയുമ്പോൾ അപ്പുറത്ത് വേറൊരാൾ വേണം. ഒരാൾ മറ്റൊരാളുടെ അടുത്തേക്ക് ദൂതനെ പറഞ്ഞേക്കുക, അപ്പോൾ പറഞ്ഞയച്ച ഒരാൾ വേണം. അതുപോലെ തന്നെ ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ മഹത്വം, കരീം, വളരെയധികം മാന്യനായ, ഉന്നതനായ ആളാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാം. ഈ ആയത്ത് ദുർവ്യാഖ്യാനിച്ചിട്ട് ചില ബിദ്അത്തിൻ്റെ കക്ഷികൾ പറഞ്ഞിട്ടുള്ളത് കാണാം. ഖുർആൻ ജിബ്രീലിൻ്റെ കലാമാണ്, ജിബ്രീലിൻ്റെ സംസാരമാണ്, അള്ളാഹുവിൻ്റെ സംസാരമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ആശയങ്ങൾ കൊടുത്തു, ജിബ്രീൽ അത് ജിബ്രീലിൻ്റെ വാക്കുകളായി സംസാരിച്ചു. അതിനുള്ള തെളിവാണ് ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, ജിബ്രീലിൻ്റെ വാക്കാണെന്ന് ഖുർആനിൽ പറഞ്ഞല്ലോ. ഇതിനെന്താണ് മറുപടി പറയാൻ? ഖുർആനിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്, ഇന്നഹു ലഖൗലു റസൂലിൻ കരീം, ഇതേ ആയത്ത് തന്നെ, വമാ ഹുവ ബിഖൗലി ശാഇർ ഖലീലൻ മാ തുഅ്മിനൂൻ വലാ ബിഖൗലി കാഹിൻ ഖലീലൻ മാ തദക്കറൂൻ, സൂറത്ത് ഹാഖയിൽ. അവിടെ പറഞ്ഞ റസൂലുൻ കരീം ആരാണ്? മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. തഫ്സീറുകളിലൊക്കെ കാണാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ ജിബ്രീലിൻ്റെ കലാം, അവിടെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കലാം, ഒരേ കലാം രണ്ടാളുടേതാവോ? അതാവില്ലല്ലോ. അപ്പോൾ എന്ത് മനസ്സിലാക്കാം? ഇവരുടെ രണ്ടുപേരുടേതുമല്ല, ഹഖീഖത്തൻ, യഥാർത്ഥത്തിൽ രണ്ടുപേരും എന്താണ്, നിയാബത്തൻ, പകരക്കാരൻ എന്നുള്ള നിലക്ക് ഈ വിഷയത്തിൽ സൃഷ്ടികൾക്ക് ഖുർആൻ ഓതിത്തരാൻ വേണ്ടി അള്ളാഹു തആല ഏൽപ്പിച്ചതാണ് ജിബ്രീലിനെയും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും. ഇന്നഹു ലഖൗലു റസൂലിൻ കരീം ദീ ഖുവ്വ. ഇനി ജിബ്രീലിൻ്റെ സിഫത്തുകൾ പറയാണ്, 5 സിഫത്തുകൾ എടുത്ത് പറയാണ്. ദീ ഖുവ്വത്തിൻ, ഒന്നാമത്തേത് ഖുവ്വത്തുള്ളവനാണ്. ഇൻദദിൽ അർശി മഖീൻ, അർഷിൻ്റെ ഉടമയായവൻ്റെ അടുക്കൽ മഖീനാണ്. മഖീൻ എന്ന് പറഞ്ഞാൽ സ്ഥാനമുള്ളവൻ. നമ്മൾ സ്ഥലം എന്നുള്ളതിന് അറബിയിൽ മക്കാൻ എന്നല്ലേ പറയാം. അപ്പോൾ സ്ഥാനമുള്ളവൻ, സ്ഥലം, സ്ഥാനം എന്നുള്ളതൊക്കെ മലയാളത്തിൽ ഒരേ വാക്കുകളാണ്. മക്കാനത്തുൻ എന്നാ പറയുക, സ്ഥാനത്തിന്. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമുള്ളവനാണ്. മുത്വാഅൻ, അനുസരിക്കപ്പെടുന്നവനാണ്, അഥവാ മറ്റു മലക്കുകൾ ജിബ്രീലിനെ അനുസരിക്കും. സമ്മ, എന്താ സമ്മ എന്ന് പറഞ്ഞാൽ? സമ്മയും സുമ്മയുണ്ട്. എന്താ വ്യത്യാസം? സുമ്മ എന്ന് പറയുന്നത്, ശരി ഞാൻ ചോദിക്കാം, ആർക്കും അറിയാൻ നോക്കാതെ. സമ്മ, സുമ്മ, ഈ 2 വാക്കിൽ ഒന്ന് ഇസ്മാണ്, ഒന്ന് ഹർഫാണ്. ഏതാണ് ഇസ്മ്, ഏതാണ് ഹർഫ്? സമ്മ ഇസ്മാണ്. കാരണം എന്താ? സുമ്മ ആൻഡ് എന്നാണ്. അപ്പോൾ അത് ഹർഫാണെങ്കിൽ പിന്നെ ഇതായിരിക്കും ഇസ്മ്. മാഷാ അല്ലാഹ്. വേറെ ഇസ്മിൻ്റെ അലാമത്തുകൾ നഹ്വിൽ പഠിക്കും. അതിൻ്റെ മുമ്പ് ഹർഫ് ജർ വരിക, മിൻ സമ്മ, ഒമിൻ സമ്മ എന്നൊക്കെ അറബിയിൽ പ്രയോഗിക്കാറുണ്ട് സാധാരണ. അപ്പോൾ സമ്മ എന്നുള്ളത് ഇസ്മാണ്, അതിൻ്റെ അർത്ഥം ഹുനാക്ക, അവിടെ എന്നാണ് അർത്ഥം. സുമ്മ എന്ന് പറഞ്ഞാൽ ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത് എന്നുള്ള അർത്ഥം. മുത്വാഇൻ സമ്മ അമീൻ, അവിടെ അനുസരിക്കപ്പെടുന്നതാണ്, അഥവാ ആകാശത്ത് അനുസരിക്കപ്പെടുന്ന ആളാണ് ജിബ്രീൽ അലൈഹി സ്വലാം. മലക്കുകൾ അദ്ദേഹത്തെ അനുസരിക്കുന്നു. അമീൻ എന്ന് പറഞ്ഞാൽ അമാനത്തുള്ളവൻ, വിശ്വസ്തൻ. അപ്പോൾ നോക്കൂ, ജിബ്രീൽ അലൈഹി സ്വലാമിൻ്റെ 5 സിഫത്തുകൾ പറഞ്ഞു. കരീം, ദീ ഖുവ്വ, ഖവിയാണ്. ഇൻദദിൽ അർശി മഖീൻ, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമുള്ളവനാണ്. മുത്വാഇൻ സമ്മ, അവിടെ ആകാശത്ത് അനുസരിക്കപ്പെടുന്നവനാണ്. അമീൻ, വിശ്വസ്തനാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ്റെ മഹത്വമാണ് ഇതിലൂടെ പഠിപ്പിക്കുന്നത്. ജിബ്രീൽ അലൈഹി സ്വലാമിനെ വെറുതെ പുകഴ്ത്തല്ല. ഈ കിതാബ് കൊണ്ടുവന്ന ജിബ്രീൽ അലൈഹിസ്സലാം, ഇതിൻ്റെ സനദ് എന്താണ്? ഖുർആൻ്റെ അല്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള ഖുർആൻ്റെ സനദ് മുത്തവാത്തിറാണ്. ആലോചിച്ച് നോക്കൂ, നമ്മൾ പോകുന്ന ഖുർആൻ, ഇന്നും നമ്മളൊക്കെ ഖുർആൻ പഠിക്കുന്ന, നിങ്ങളിപ്പോൾ ഹിഫ്ദ് പഠിക്കാൻ തുടങ്ങിയാൽ നല്ലൊരു ഉസ്താദിനെ അന്വേഷിച്ചാൽ ലോകത്ത് എവിടെയാണെങ്കിലും നിങ്ങൾക്ക് സനദുള്ള ഒരു ഉസ്താദിനെ കിട്ടും. ലോകത്ത് ഏത് രാജ്യത്താണെങ്കിലും ആ ഉസ്താദിൻ്റെ കയ്യിലുണ്ട് രേഖ, അദ്ദേഹത്തിൻ്റെ ഉസ്താദ് ആരാണ്. അങ്ങനെ ഒരു സനദുണ്ട് ഖുർആൻ പഠിപ്പിക്കുന്ന ആളുകളുടെ കയ്യിൽ. ആ സനദ് മുത്തവാത്തിറാണ്. മുത്തവാത്തിർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ ഓരോ തബക്കയിലും ഓരോ സ്റ്റേജിലും എണ്ണാൻ പറ്റാത്ത അത്രയും ആളുകളുണ്ട്.
അത് ഇന്ന് ലോകത്ത് സനദുള്ള എത്ര കാര്യങ്ങളുണ്ട്, എണ്ണമില്ല, അത്രയുമുണ്ട്. അവരുടെ ഉസ്താദന്മാർ എത്രയുണ്ട്, എണ്ണമില്ല. അങ്ങനെ എണ്ണമറ്റ റിപ്പോർട്ടർമാർ ഓരോ ദർജയിലും ഓരോ തൊബക്കയിലുമുള്ള ഒരു സനദ് വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തുന്നുണ്ട് ഖുർആൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരാൾക്കും നിഷേധിക്കാൻ സാധിക്കില്ല. അത് നിഷേധിച്ചാൽ, മുമ്പ് നമ്മളൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ലോകത്തുള്ള ഒരു ചരിത്ര വസ്തുതയെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോൾ 400 വർഷങ്ങൾക്ക് മുമ്പ് ഷേക്സ്പിയർ എന്ന് പറയുന്ന ഒരാൾ ജീവിച്ചിരുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളൊക്കെ. ആര് കണ്ടു? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളിങ്ങനെ ഒരു വ്യക്തിയെ? നമ്മളെല്ലാവരും വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ്? അത് മുത്തവാത്തിറാണ്, നൂറുകണക്കിന് ആളുകൾ പറഞ്ഞ് കൈമാറി വന്നതാണ്. അതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ മുത്തവാത്തിറായ കാര്യമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ അതിൻ്റെ മുകളിലൊരു കണ്ണിയാണുള്ളത്, ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ഇങ്ങോട്ട് താഴെയുള്ള ആളുകൾക്ക് ഈ ഭൂമിയിൽ മനുഷ്യന്മാരുടെ ഇടയിലൂടെ നടന്നവരാണ്. അവരുടെയൊക്കെ സീറ നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മളെ ഖുർആൻ പഠിപ്പിക്കുന്ന ഉസ്താദിനെ അയാളുടെ സ്വഭാവം എന്താണ്, അയാളുടെ താമൽ എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റും, അറിയാൻ പറ്റും. അയാളുടെ വിശ്വാസ്യത നമുക്ക് അളക്കാൻ പറ്റും. അതിന് മുമ്പുള്ള ആളുകളെ അവർ അളന്നിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ നമുക്കങ്ങനെ പഠിക്കാൻ പറ്റും. പക്ഷേ ജിബ്രീൽ അലൈഹി സ്വലാമിനെ നമുക്കൊന്നും ചെയ്യാൻ മാർഗ്ഗമില്ല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനെ കുറിച്ച് പറഞ്ഞു തരുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ആളാണ്, പിന്നെ അങ്ങോട്ട് മുകളിലേക്കുള്ളത് ഈ 5 സിഫത്തുകൾ പറഞ്ഞു തന്നു. അപ്പോൾ ഖുർആൻ്റെ വിശ്വാസ്യത എത്രയുണ്ട്, ഖുർആൻ്റെ മഹത്വം എത്രയുണ്ട് എന്നാണ് ഈ പറഞ്ഞു തരുന്നത്. മാത്രമല്ല മറ്റൊരു കാരണം, ജിബ്രീൽ അലൈഹി സ്വലാമിനെ കുറിച്ച് അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി എവിടെ നിന്നാണ് വരുന്നത് എന്നതിനെക്കുറിച്ച് മക്കയിലെ മുശ്രിക്കുകൾക്ക് ഒരു ആരോപണം ഉണ്ടായിരുന്നു. എന്താണ്? ജിന്നാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും അല്ലാഹു തആല നിഷേധിച്ചിട്ടുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അവർ പല ആരോപണങ്ങളും പറഞ്ഞിരുന്നു. ഷാഇറാണ്, കവിയാണെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ജിന്ന് കൊണ്ടുവന്ന് കൊടുക്കുന്നതാണെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ജ്യോത്സ്യനാണ്, കാഹിനാണെന്ന് പറഞ്ഞിരുന്നു. ഇങ്ങനെ പലതും അവർ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുള്ള മറുപടിയാണ് അല്ലാഹു തആല പറയുന്നത്, ഇത് ജിന്നല്ല, മറിച്ച് മലക്കാണ്, ജിബ്രീൽ അലൈഹി സ്വലാമാണ് ഇത് പഠിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ പല സൂറത്തുകളും കാണാം. ഖുൽ ഇന്നമാ അഅദുകും ബിവാഹിദ അൻ തഖൂമു ലില്ലാഹി മസ്നാ വഫുറാദ സുമ്മ തതഫക്കറു. നിങ്ങളോട് എനിക്കൊരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. അള്ളാഹു പറയാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ വേണ്ടി സൂറത്ത് സബയിൽ. മുശ്രിക്കുകളോട് പറയുക, മക്കക്കാരോട് പറയുക, ഒരൊറ്റ കാര്യമാണ് നിങ്ങളോട് പറയാനുള്ളത്, അൻ തഖൂമു ലില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഇരിക്കുക എന്ന് പറഞ്ഞാൽ തമാശ ഒഴിവാക്കിയിട്ട് സീരിയസ് ആയി അള്ളാഹിനെ ഓർത്ത് സത്യസന്ധന്മാരായി നിങ്ങൾ ഇരുന്ന് ചർച്ച ചെയ്യുക. എന്താണ് ചർച്ച ചെയ്യേണ്ടത്? അൻ തഖൂമു ലില്ലാഹി മസ്നാ വഫുറാദ, നിങ്ങൾ ഒറ്റക്കോ അല്ലെങ്കിൽ 2 പേരുള്ള ഗ്രൂപ്പായിട്ടോ ഇരുന്നിട്ട് ചിന്തിക്കുക. സുമ്മ തതഫക്കറു, എന്നിട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. എന്താ ചിന്തിക്കേണ്ടത്? മാ ബി സാഹിബിക്കും മിൻ ജിന്ന, നിങ്ങളുടെ ഈ സുഹൃത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് ജിന്നുബാധ ഏറ്റിട്ടില്ല. ഇൻ ഹുവ ഇല്ലാ നദീറുൽ ലക്കും ബൈന യദൈ അദാബിൻ ഷദീദ്, കടുത്ത ശിക്ഷ, പരലോകം, അന്ത്യനാൾ വരുന്നതിന് മുമ്പ് നിങ്ങളെ താക്കീത് ചെയ്യാൻ വന്ന താക്കീതുകാരൻ മാത്രമാണ് അദ്ദേഹം എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടും ചിന്തിച്ചാൽ. അപ്പോൾ എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം? അവർക്ക് ചിന്തിച്ചാൽ ബോധ്യപ്പെടുന്ന കാര്യമാണ് ഇത് ജിന്ന് കൂടിയ ആളാണോ അല്ലേ എന്നുള്ളത്. അതിന് അവർ ചിന്തിക്കേണ്ട ആ ചിന്തയുടെ ഒരു സൂചന അള്ളാഹു കൊടുത്തിട്ടുണ്ട്. മാ ബി സാഹിബിക്കും മിൻ ജിന്ന, നിങ്ങളുടെ സാഹിബ്, നിങ്ങളുടെ കൂടെ നടക്കുന്ന ഈ വ്യക്തി, അദ്ദേഹത്തിൽ ജിന്നുബാധയില്ല എന്ന കാര്യം ചിന്തിച്ചാൽ ഏത് മക്കക്കാരനും ബോധ്യപ്പെടും. കാരണം എന്താണ്? കാരണമാണ് ആ പറഞ്ഞത്, സാഹിബിക്കും, നിങ്ങളുടെ സാഹിബ്. എന്താ സാഹിബ് എന്ന് പറഞ്ഞാൽ കൂടെ നടക്കുന്നവൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 40 വർഷം അവരുടെ കൂടെ ജീവിച്ച വ്യക്തിയാണ്. അപ്പോൾ ഇത്രയും കാലം ജിന്നുബാധയേറ്റ ഒരാൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തി അദ്ദേഹം ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരോപിക്കാം ഇത് ജിന്ന് ബാധയുടെ ഭാഗമാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, അവിടെയുള്ള സാധാരണ നിലവാരമുള്ള ആളുകൾ, ജിന്ന് കൂടിയിട്ടുള്ള ഭ്രാന്തന്മാരെന്നല്ല, അതിന് താഴെയുള്ള അല്ലെങ്കിൽ അതിന് മുകളിലുള്ള സാധാരണ അറബികൾ ചെയ്തിരുന്ന തിന്മകൾ ചെയ്യാത്ത ആളാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും മാന്യനായ വ്യക്തിയാണ്. അവർക്കെല്ലാവർക്കും ജിന്ന് കൂടി ഭ്രാന്തന്മാരായാലും അതിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടുകയാണെങ്കിൽ രക്ഷപ്പെടേണ്ട ആൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇത് വിശുദ്ധ ഖുർആനിൽ പല സൂറത്തുകളും, സൂറത്തുൽ ആറാഫിൽ കാണാം. അതുപോലെ തന്നെ പല സൂറത്തുകളും ആവർത്തിച്ചുള്ള കാര്യമാണ്. അമ്മ സാഹിബുക്കും ബിമജ്നൂൻ, നിങ്ങളുടെ സുഹൃത്ത് ജിന്ന് കൂടിയ ആളല്ല. അപ്പോൾ ഇവിടെ ഒരു മുനാസബത്തുണ്ട് അല്ലേ? ജിബ്രീലിനെ കുറിച്ച് 5 സിഫത്ത് പറഞ്ഞിട്ട് പിന്നെ വമാ സാഹിബുക്കും ബിമജ്നൂൻ എന്ന് പറയാം. നമ്മൾ ഒരു പരിഭാഷ എടുത്ത് നോക്കുമ്പോൾ കുറേ ആയത്തുകളിൽ ജിബ്രീലിനെ കുറിച്ച് പറയുന്നു. അതുതന്നെ ജിബ്രീലിനെ കുറിച്ചാണ് എന്ന് മനസ്സിലാകണമെന്നില്ല. റസൂൽ എന്നാണ് ഉപയോഗിച്ചത്, റസൂലും കരീം. അവിടെ പിന്നെ ജിബ്രീൽ എന്നുള്ള വാക്കില്ല. പരിഭാഷയുടെ ഒരു കുറവാണത്. പരിഭാഷ മാത്രം വായിച്ചതുകൊണ്ട് തഫ്സീർ മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. ഇനി തഫ്സീർ വായിച്ചാൽ പോലും എല്ലാ തഫ്സീറിലും മനസ്സിലാകാത്തൊരു കാര്യമാണ്. നല്ല മുഫസ്സിറുകൾ പറയുന്നൊരു കാര്യം, നല്ല മുഫസ്സിറുകളെന്നല്ല, ചില മുഫസ്സിറുകൾ മാത്രം, എല്ലാ മുഫസ്സിറുകളും നല്ലവർ തന്നെയാണ്. ചില തഫ്സീറുകൾ മാത്രം കാണാൻ കഴിയുന്നൊരു കാര്യമാണ് പരസ്പര ബന്ധം എന്നുള്ളത്. ഇവിടെ ജിബ്രീലിനെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്നൂൻ അല്ല എന്ന് പറയാണ്. എന്താ അതിൻ്റെ അർത്ഥം?
മലക്കാണ്, ജിന്നല്ല. അതാണ് പരസ്പര ബന്ധം. അമ്മ സാഹിബുക്കും ബി മജ്നൂൻ. മജ്നൂൻ എന്ന് പറഞ്ഞാൽ ജിന്ന് കൂടിയവൻ. അതിന് മുമ്പൊരു ചോദ്യം, റസൂലുൻ കരീം എന്ന് പറഞ്ഞല്ലോ. ഇവിടെ ജിബ്രീലിനെ കുറിച്ച് റസൂൽ എന്ന് ഉപയോഗിച്ചു അല്ലേ? വേറെ സൂറത്തിൽ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് റസൂൽ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. എവിടെ ഉപയോഗിച്ചിട്ടില്ലെങ്കിലും മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതിനെ ബേസ് ചെയ്തിട്ടൊരു ചോദ്യം. സാധാരണ നബിയും റസൂലും ഉണ്ടല്ലോ അറബിയിൽ. ദീനിൽ ഉള്ള രണ്ട് വാക്കുകളാണ് നബി, റസൂൽ. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം എന്താണ്? ഒന്ന് വിശാലമാണ് അല്ലേ? എല്ലാ നബിയും റസൂലല്ല, എല്ലാ റസൂലും നബിയാണ്. അപ്പോൾ നബി എന്നുള്ള വാക്ക് വിശാലമാണ്. ഒരുപാട് നബിമാരുണ്ട്, അതിൽ കുറച്ച് ആൾക്കാർ റസൂൽ. അപ്പോൾ എന്തായി? എല്ലാ റസൂലും നബിയാണ്, എല്ലാ നബിയും റസൂലല്ല. എന്തായിരുന്നു? അത് അതിനെക്കുറിച്ച് പറയണ്ട. എന്താണ് നബി, എന്താണ് റസൂൽ എന്നുള്ളത് അത് നിങ്ങളുടെ ചർച്ചയാണ്. അതിലൊരു തീരുമാനത്തിലെത്താൻ പ്രയാസമാണ്. പക്ഷേ ഇത് എല്ലാവരും ഇത്തിഫാക്കാണ് അല്ലേ? റസൂല് കുറച്ച് പേരും നബിമാർ കൂടുതലും. ശരി, ഇനി ഒരാൾ പറയാണ് എല്ലാ നബിമാരും റസൂലാണ്, പക്ഷെ എല്ലാ റസൂലുമാരും നബിമാരല്ല എന്ന് പറഞ്ഞാലോ? നേരത്തെ പറഞ്ഞാൽ നേരെ തിരിച്ച്. അത് യോജിക്കാൻ പറ്റുമോ? പറ്റും. മലക്കിനെ കുറിച്ച് റസൂൽ എന്ന് ഉപയോഗിച്ചില്ലേ? എന്നാൽ നബി എന്ന് മലക്കിനെ കുറിച്ച് ഉപയോഗിക്കില്ല. റസൂൽ എന്ന് മലക്കിനെ കുറിച്ചും പറയും, മനുഷ്യനെ കുറിച്ചും പറയും. മലക്കുകളിലും റസൂലുണ്ട്, മനുഷ്യരിലും റസൂലുണ്ട്. പക്ഷെ നബി മനുഷ്യരിലേ ഉള്ളൂ. അപ്പോൾ ഈ ആശയത്തിൽ, ഈ ഒരു പരിഗണനയിൽ നോക്കിയാൽ ഏതാ വലുത്? വിശാലമായ വാക്ക് ഏതാ? റസൂലാണ്. അപ്പോൾ ഇതൊരു കുസൃതി ചോദ്യം പോലെ ഭാഷാപരമായിട്ട് റസൂൽ എന്നുള്ള വാക്ക് ഏതാ വിശാലമായിട്ടുള്ളത്? റസൂലാണ് വിശാലമായിട്ടുള്ളത് ഭാഷയിൽ. പക്ഷേ ശറയിൽ വിശാലമായിട്ടുള്ളത് നബിയാണ്. വമാ സാഹിബുക്കും ബി മജ്നൂൻ. അടുത്തത് വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ. വീണ്ടും വിശദീകരിക്കുകയാണ്. മജ്നൂനല്ല, അദ്ദേഹം ജിബ്രീലിനെ കണ്ടിട്ടുണ്ട്. ബിൽ ഉഫുഖിൽ മുബീൻ, വ്യക്തമായ ഉഫുഖിൽ. ഉഫുഖ് എന്ന് പറഞ്ഞാൽ ചക്രവാളം, ഇംഗ്ലീഷിൽ ഹൊറൈസോൺ. എന്താണ് ചക്രവാളം എന്ന് പറഞ്ഞാൽ? ഹൊറൈസൺ, മഖ്റജ് തെറ്റിയാണ്. ചക്രവാളം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ നോക്കിയാൽ കാണുന്ന, നമ്മുടെ കാഴ്ചയിൽ പെടുന്ന എത്ര വിശാലമായ ഭാഗങ്ങളുണ്ടോ അതിനാണ് പറയുന്നത് ചക്രവാളം, ഉഫുഖ്, ഹൊറൈസൺ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ വ്യക്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹി സ്വലാമിനെ കണ്ടിട്ടുണ്ട് ഈ ആകാശത്ത് വെച്ച്. ആകാശം എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ണിൽ പെടുന്ന ആകാശത്തിൻ്റെ ഭാഗത്തുണ്ടോ അതിനാണല്ലോ ഉഫുഖ് എന്ന് പറയുന്നത്. അത്രയും വിശാലമായ ഭാഗത്ത് നിറഞ്ഞു നിൽക്കുന്നതായിട്ട്, അഥവാ ഹിറാ ഗുഹയിൽ വെച്ച് കണ്ട സംഭവമാണ് പറയുന്നത്. ഇതും നേരത്തെ പറഞ്ഞതുപോലെ ആയത്തുകളുടെ പരസ്പരബന്ധം മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ സംശയത്തിലാവുന്നൊരു കാര്യമാണ്. ആദ്യം മലക്കിനെ പറ്റി പറഞ്ഞു, പിന്നെ നിങ്ങളുടെ കൂട്ടുകാരൻ ഭ്രാന്തനല്ല എന്ന് പറഞ്ഞു, പിന്നെ വീണ്ടും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ആരാണ് അദ്ദേഹം? ആരാണ് ഈ കാണപ്പെട്ട അദ്ദേഹം? ഒന്നും വ്യക്തമല്ല. അത് ഖുർആൻ്റെ ശൈലിയാണ്. പക്ഷേ തഫ്സീർ മനസ്സിലാക്കിയാൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ വമാ ഹുവ അലൽ ഗൈബി ബിളനീൻ. അദ്ദേഹം എത്ര പ്രാവശ്യം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനെ കണ്ടിട്ടുണ്ട് നേരിട്ട് യഥാർത്ഥ രൂപത്തിൽ? 2 പ്രാവശ്യം എന്തായാലും കണ്ടിട്ടുണ്ട്. 3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഏതൊക്കെയാണ് 3 പ്രാവശ്യം? ഒന്ന് ഹിറാ ഗുഹയിൽ വെച്ച് കണ്ടിട്ടുണ്ട്, രണ്ടാമത്തേത് ഇസ്രായേൽ വെച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ ഉണ്ടോ വേറൊരു ഹദീസിൽ വന്നിട്ടുണ്ട്. നെഞ്ച് കീറിയതാ? അത് പിന്നെ സ്വന്തം രൂപത്തിലല്ലല്ലോ. അവസാനം ജിബ്രീലിൻ്റെ യഥാർത്ഥ രൂപത്തില്ല. മൂന്നാമതൊരു ഒരു പ്രാവശ്യം കണ്ടതായിട്ട് ഹദീസിലുണ്ട്. അല്ലാഹു എനിക്ക് ഓർമ്മയില്ല. ഏതായാലും ഈ 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. ഇത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഈ 2 പ്രാവശ്യം കണ്ട കാര്യം. എവിടെയാണ്? ഒന്ന് ഈ പറഞ്ഞ സൂറത്ത് നജ്മിൽ സൂറത്ത് തക്വീറിൽ പറഞ്ഞത്. രണ്ടാമത്തെ എവിടെയാണ്? സൂറത്ത് നജ്മിൽ വലഖദ് റആഹു നസ്ലതൻ ഉഖറ, മറ്റൊരിക്കൽ കൂടി അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ മറ്റൊരിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ഖുർആൻ ഒരു സൂറത്ത് മാത്രം നമുക്ക് പഠിക്കാൻ കഴിയില്ല. ഇപ്പോൾ നജ്മ് ഓതുന്ന ഒരാൾക്ക് മറ്റൊരിക്കൽ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരിക്കൽ എവിടെയാണ് കണ്ടത്? അത് സൂറത്ത് തക്വീറിലാണുള്ളത്. അപ്പോൾ പരസ്പരം ബന്ധമുള്ളതാണ് ഖുർആനിലെ ആയത്തുകൾ. വലഖദ് റആഹു നസ്ലതൻ ഉഖറ. അതിൻ്റെ ഇടയിലൊരു സൂറത്തുണ്ട്, ഈ 2 സൂറത്തുകളുടെ ഇടയിൽ. ഏതാ? സൂറത്തുൽ ഇസ്രാ. അപ്പോൾ എന്ത് മനസ്സിലാക്കുക? സൂറത്തുൽ ഇസ്രായിലാണല്ലോ ഇസ്രാ മിഅ്റാജിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇസ്രാ മിഅ്റാജ് സംഭവിക്കുന്നതിന് മുമ്പാണ് സൂറത്ത് തക്വീർ, അതിന് ശേഷമാണ് സൂറത്ത് നജ്മ്.
അപ്പോൾ ഖുർആനിലെ സൂറത്തുകളുടെ തർത്തീബൊക്കെ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, അതിലെ വിഷയങ്ങൾ നോക്കിയിട്ടാണ്. സൂറത്ത് നജ്മിൽ പറഞ്ഞു മറ്റൊരിക്കൽ കൂടി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇസ്രാ മിറാജ് കഴിഞ്ഞിട്ടാണ് സൂറത്ത് നജ്മ് ഇറങ്ങിയതെന്ന് മനസ്സിലാക്കാം. ശരി, അപ്പോൾ ഈ രണ്ട് സന്ദർഭങ്ങൾ കണ്ടതായി ഖുർആനിൽ പറയുന്നുണ്ട്. വമാ ഹുവ അലൽ ഗൈബി ബി ദനീൻ. ദനീൻ എന്ന് പറഞ്ഞാൽ പിശുക്കൻ, ബഖീൽ എന്നാണ് അർത്ഥം. ദന്ന ബിശ്ശൈഇ, ഒരു വസ്തു ആർക്കും കൊടുക്കാതെ എടുത്തു വെച്ചു, അതിനാണ് ദന്ന ബിശ്ശൈഇ എന്ന് പറയുന്നത്. ദന്ന ബിൽ മാൽ, ദന്ന ബിൽ ദഹബ്. പിശുക്കും ഇതും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ദന്ന എന്നുള്ള വാക്ക് ദാ അല്ല കേട്ടോ, ദാദാണ്, സാദിൻ്റെ. ദന്ന എന്നുള്ള വാക്ക് വിലപിടിപ്പുള്ള കാര്യങ്ങളെ ഉപയോഗിക്കുള്ളൂ. ഇപ്പം എന്തെങ്കിലും ചെറിയൊരു പച്ചവെള്ളം പിശുക്കി എന്നുള്ളതിന് പറയില്ല, ദന്ന ബിൽമ എന്ന് പറയില്ല. അതിന് ബഹില ബിൽമ എന്നേ പറയുള്ളൂ. ബുഹലിനേക്കാളും കുറച്ചുകൂടി ദർജ കൂടിയ ആളാണ് ദൊന്ന് എന്ന് പറയുന്നത്. ശരി. വമാഹു അലൽ ഗൈബി ബി ദനീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഗൈബിയായ കാര്യങ്ങൾ അഥവാ ഖുർആനിൽ ഇറങ്ങുന്ന, അള്ളാഹു ഇറക്കുന്ന ആയത്തുകൾ അത് പിശുക്കി എടുത്തു വെക്കുന്ന ആളല്ല. അപ്പോൾ ഖുർആൻ്റെ സനദിനെ കുറിച്ച് പറഞ്ഞു, ജിബ്രീൽ അലൈഹി ഇസ്ലാമാണിത് ഇറക്കിയത് എന്ന് പറഞ്ഞു, ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ മഹത്വം പറഞ്ഞു. പിന്നെ ഉള്ളത് എന്താണ്? ഖുർആനെ വിമർശിക്കാൻ പിന്നെ ഒരു വകുപ്പുള്ളത്, അള്ളാഹു ഇറക്കിയതാണ്, ജിബ്രീൽ അലൈഹി ഇസ്ലാം വിശ്വസ്തനാണ്. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് മറച്ചു വെക്കുകയോ അതിൽ കൂട്ടിച്ചേർക്കുകയോ ഒക്കെ ചെയ്യാം. അതിനുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തു എന്നല്ല, ഒരു വ്യക്തിക്ക് അങ്ങനെ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ടോ? വമാഹു അലൽ ഗൈബി ബിദനീൻ. അവിടുന്ന് അള്ളാഹു ഇറക്കുന്ന ഈ ഗൈബിയായ കാര്യങ്ങൾ, വഹ്യ്, അത് പിശുക്കി എടുത്തു വെക്കുന്നവനല്ല എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണോ ഉള്ളത് അതുപോലെ പഠിപ്പിക്കുന്നവനാണ്. വമാഹു ബിഖൗലി ശൈത്താനിർ റജീം. ഇത് ശൈത്താൻ്റെ വാക്കുകളല്ല. റജീം എന്ന് പറഞ്ഞാൽ അകറ്റപ്പെട്ടവൻ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെട്ടവൻ എന്നർത്ഥം. റജമ എന്ന് പറഞ്ഞാൽ എന്താ? എറിഞ്ഞോടിച്ചു. അപ്പോൾ അള്ളാഹിൻ്റെ റഹ്മത്തിൽ നിന്ന് എറിഞ്ഞോടിച്ചവനാണ് പിശാച്. വമാഹു ബിഖൗലി ശൈത്താനിർ റജീം. ഇത് ശൈത്താൻ്റെ വാക്കുകളല്ല. എന്താണ് അങ്ങനെ പറയാൻ കാരണം? മുശ്രിക്കുകളുടെ ആരോപണം ഉണ്ടായിരുന്നത് ശൈത്താനാണ്. വമാ തനസ്സലത് ബിഹി ഷയാത്തീൻ. സൂറത്ത് ശുഅറയിൽ അള്ളാഹു പറഞ്ഞു, ഇത് പിശാച് ഇറക്കിയതല്ല. വമാ യംബഗീ ലഹും, അവർക്കതിന് പറ്റുകയില്ല. വമാ യസ്തതിഊൻ, അവർക്ക് യോജിച്ചതല്ല. വമാ യംബഗീ ലഹും എന്ന് പറഞ്ഞാൽ പിശാചിന് യോജിച്ചതല്ല. വമാ യംബഗീ ലഹും വമാ യസ്തതിഊൻ, അവർക്കത് സാധിക്കുകയുമില്ല. ഇന്നഹും അനി സമഇ ലമഅസൂലൂൻ, അവർക്ക് ഖുർആൻ കേൾക്കാൻ പോലും സാധിക്കില്ല. ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ അത് കേൾക്കാൻ പോലും അവർക്ക് സാധിക്കുകയില്ല. വമാ ഹുവ ബിഖൗലി ശൈത്താനിർ റജീം ഫഅയ്ന തദ്ഹബൂൻ. എന്നിട്ട് നിങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്? അഥവാ ഇത്രയും വിശ്വസ്തമായ, ഇത്രയും ശുദ്ധമായ, ഇത്രയും നല്ലതായ ഈ കിതാബ് അള്ളാഹു ഇറക്കി തന്നിട്ട് അത് ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്? മക്ക മുശ്രിക്കുകളോട് ചോദിക്കുകയാണ്. ഫഅയ്ന തദ്ഹബൂൻ ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ. എല്ലാ സൃഷ്ടികൾക്കുമുള്ള, എല്ലാ മനുഷ്യർക്കുമുള്ള ഒരു ഉത്ബോധനം മാത്രമാകുന്നു വിശുദ്ധ ഖുർആൻ. ലിമൻ ശാഅ മിൻകും അൻ യസ്തഖീം. നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണോ ഇസ്തിഖാമത്ത് ഉദ്ദേശിക്കുന്നത്. ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നേരെ, വക്രതയില്ലാതെ നേർക്ക് നേരെ നിലനിൽക്കാൻ, അള്ളാഹു ഇഷ്ടപ്പെടുന്നത് പോലെ ജീവിക്കാൻ ആരാണോ ഉദ്ദേശിക്കുന്നത് അവർക്കുള്ള ഉത്ബോധനമാണ്. വമാ തശാഊന, നിങ്ങൾ ഉദ്ദേശിക്കുകയില്ല. ഇപ്പോൾ നേർക്ക് നേരെ ഇസ്തിഖാമത്തോടെ ജീവിക്കണമെന്ന് ഉദ്ദേശിക്കുന്നവർക്ക് ഉള്ളതാണ് ഖുർആൻ എന്ന് പറഞ്ഞു. അങ്ങനെ നേർക്ക് നേരെ നിൽക്കണമെങ്കിൽ, ഇസ്തിഖാമത്ത് വേണമെങ്കിൽ, ആ ഇസ്തിഖാമത്ത് വേണം എന്നുള്ള ഉദ്ദേശം പോലും ഉണ്ടാവുകയില്ല. ഇല്ല അൻ യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ, അള്ളാഹു ഉദ്ദേശിച്ചാലല്ലാതെ. അപ്പോൾ ഈ ആയത്തുകളിൽ, അവസാനം പറഞ്ഞ ആയത്തിൽ പ്രധാനപ്പെട്ട ഒരു അഖീദയുടെ മസലയാണ് പഠിപ്പിക്കുന്നത്. എന്താണ്? അള്ളാഹുവിൻ്റെ മശീഅത്തുമുണ്ട്, മനുഷ്യനും മശീഅത്തുണ്ട്. അള്ളാഹുവിനും മശീഅത്തുണ്ട്, മനുഷ്യനും മശീഅത്തുണ്ട്. എന്നാൽ അള്ളാഹുവിൻ്റെ മശീഅത്ത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം. മശീഅ എന്നുള്ള വാക്കിനകത്ത് ഉദ്ദേശം. ഷാ ആ എന്നാണ് ഉദ്ദേശിച്ചു, അതിൻ്റെ മസ്തറാണ് മശീഅത്തിന്, ഉദ്ദേശിക്കൽ. അപ്പോൾ അള്ളാഹു ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് നടക്കുക, അതുപോലെ മനുഷ്യൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളും നടക്കും. എന്താണ് ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ? അല്ലേ? ഖദരിയാക്കൾ പറയുന്നത്, അള്ളാഹുവിൻ്റെ വിധിയെ നിഷേധിക്കുന്ന ആളുകൾ പറയുന്നത് മനുഷ്യന് ഉദ്ദേശമുണ്ട്, മശീഅത്തുണ്ട്, പക്ഷെ അള്ളാഹുവിന് ഉദ്ദേശമില്ല. അഥവാ മനുഷ്യൻ അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, അതിൽ അള്ളാഹുവിന് യാതൊരു പങ്കുമില്ല. അതാണ് ഖദരിയാക്കളുടെ വാദം. അതുകൊണ്ടാണ് ഒരു ഹദീസിൽ വന്നത്, ലൈഫായ ഹദീസാണ്, പക്ഷേ അതിൻ്റെ ആശയം ശരിയാണ്. ഉലമാക്കൾക്കിടയിൽ ഇത്തിഫാഖുണ്ട്, അത് ശരിയാണ്. എന്താണ്? അൽ ഖദരിയ്യത്തു മജൂസു ഹാദിഹിൽ ഉമ്മ. ഈ ഉമ്മത്തിൽപ്പെട്ട മജൂസികളാണ് ഖദരിയാക്കൾ. കാരണം മജൂസികളുടെ വിശ്വാസം എന്താണ്? ഈ ലോകത്തിന് രണ്ട് സൃഷ്ടാവുണ്ട്, ഖൈറ് സൃഷ്ടിക്കുന്ന ഒരാളും ഷെറ് സൃഷ്ടിക്കുന്ന ഒരാളും. അങ്ങനെ രണ്ട് ഖാലിക്കുണ്ട് എന്നാണ് അവർ വിശ്വാസം. ഖദരിയാക്കളുടെ വിശ്വാസപ്രകാരം മനുഷ്യരെല്ലാവരും ഖാലിക്കാണ്, നമ്മളുടെ പ്രവൃത്തികൾ നമ്മൾ തന്നെ സൃഷ്ടിക്കുന്നു, അള്ളാഹുവിന് അതിൽ പങ്കില്ല. ഇതാണ് ഖദരിയാക്കളുടെ വിശ്വാസം. അതിൻ്റെ തന്നെ ഏകദേശം സമാനമായ വിശ്വാസമാണ് മുഅ്തസിലിയാക്കൾക്കുള്ളത്. ഈ ഖദറിൻ്റെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് മനുഷ്യരുടെ പ്രവൃത്തിയെക്കുറിച്ച് നേരത്തെ അറിയാം.
പക്ഷേ അവൻ്റെ ഉദ്ദേശമനുസരിച്ചല്ല നടക്കുന്നത്. മനുഷ്യരുടെ ഉദ്ദേശമനുസരിച്ച് മനുഷ്യൻ എന്തു ചെയ്യും എന്നുള്ളത് അള്ളാഹു നേരത്തെ മനസ്സിലാക്കിയെന്ന് മാത്രം. എന്നാൽ ഈ ആയത്തിൽ എന്ത് പറയുന്നു? അള്ളാഹുവിൻ്റെ മശീഅത്തില്ലാതെ മനുഷ്യൻ ഒരു കാര്യം പ്രവർത്തിക്കാൻ പോയിട്ട് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ഒമാ തശാഊന ഇല്ല യശാ അല്ലാഹു റബ്ബുൽ ആലമീൻ. അള്ളാഹു ഉദ്ദേശിച്ചതല്ലാതെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. അതോടൊപ്പം വമാ തശാഊന, നിങ്ങൾ ചിന്തിക്കുകയില്ല എന്ന് പറഞ്ഞതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ചിന്ത എന്ന് പറഞ്ഞ സംഗതി മനുഷ്യനുണ്ട്, അത് അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് വിധേയമാണെന്ന് മാത്രം. അതുപോലെ ലിമൻ ഷാ അമിൻകും അൻ യസ്തഖീം എന്ന് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞു. നിങ്ങൾ ആരാണോ ഇസ്തിഖാമത്തിന് ഉദ്ദേശിക്കുന്നത്, അപ്പോൾ മനുഷ്യന് ഉദ്ദേശം എന്നൊരു സംഗതി ഉണ്ട് എന്ന് മനസ്സിലായി. ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമുണ്ടോ? ഇത് നമ്മൾ മുമ്പ് പലതവണ പറഞ്ഞതാണ്, പക്ഷേ വീണ്ടും ആവർത്തിക്കുന്നത് ഇത് പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ്. മനുഷ്യന് ഉദ്ദേശിക്കാനുള്ള കഴിവ്, ഇഖ്തിയാർ, നന്മയും തിന്മയും ശരിയും തെറ്റും, ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണോ, ഇത് തീരുമാനിക്കാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഈ കഴിവനുസരിച്ച് മനുഷ്യൻ എന്ത് ചെയ്യും എന്നുള്ളത് അള്ളാഹുവിനറിയാം എന്ന് മാത്രമല്ല, അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്, അതേ നമ്മൾ ചെയ്യുകയുള്ളൂ. അപ്പോൾ ഇത് രണ്ടും തമ്മിലൊരു വൈരുദ്ധ്യമുണ്ടോ? വൈരുദ്ധ്യമില്ല. അത് എങ്ങനെയാണ് മനസ്സിലാക്കുക? നമ്മളെല്ലാവരും, എല്ലാ മുസ്ലിമീങ്ങളും മുസ്ലിം അല്ലാത്തവരും ഒക്കെ ഈ ലോകത്തിനൊരു റബ്ബുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണല്ലോ. സൃഷ്ടാവുണ്ട്, ഒരു സൃഷ്ടാവുണ്ട്. അതാദ്യം ചോദിക്കുക, ഈ സംശയം ചോദിക്കുന്ന ആളോട്, ഈ ലോകത്തിൻ്റെ സൃഷ്ടാവുണ്ടോ? ഇല്ല എന്ന് പറയുന്നവനോട് ആദ്യം ഒരു സൃഷ്ടാവുണ്ട് എന്ന് തെളിയിക്കണം, എന്നിട്ടേ പിന്നെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. ഈ ലോകത്തിൻ്റെ സൃഷ്ടാവുണ്ടോ? ശരി. ഇപ്പോൾ യുക്തിവാദികളായ ആളുകൾ പോലും ഒരു സൃഷ്ടാവ്, നിങ്ങൾ പറയുന്ന സൃഷ്ടാവ് എന്ന് പറഞ്ഞിട്ടാണ് ചോദ്യം തുടങ്ങുന്നത്. അപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഒരു സൃഷ്ടാവ് ഉണ്ട് എന്നൊരു വിശ്വാസത്തിലാണ് അവരും സംസാരിക്കുന്നത്. ആ സൃഷ്ടാവ് എന്തേ ഇങ്ങനെ ചെയ്തത്, അവനെന്തേ മനുഷ്യനെ നിർബന്ധിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം. അപ്പോൾ ഒരു സൃഷ്ടാവ് ഉണ്ട് എന്ന് ഈ മസലയുമായിട്ട് വരുന്ന എല്ലാവരും അംഗീകരിക്കുന്നു. ശരി, അങ്ങനെ ഒരു സൃഷ്ടാവ് ഉണ്ടെങ്കിൽ ആ സൃഷ്ടാവിന് ഈ ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച്, മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ചും മറ്റുമൊക്കെ നേരത്തെ അറിയാമോ? അറിയണം. കാരണം സൃഷ്ടാവ് എന്ന് പറഞ്ഞാൽ അറിയാത്തവനെങ്ങനെ സൃഷ്ടിക്കാൻ സാധിക്കുക? അവനറിയണം. അങ്ങനെ അവൻ്റെ അറിവിൽപ്പെട്ട കാര്യങ്ങളാണല്ലോ ഇവിടെ സംഭവിക്കുന്നത്. ഈ സംഭവങ്ങൾ, ഈ നടക്കുന്ന സംഭവങ്ങൾ അള്ളാഹുവിനറിയാം. അപ്പോൾ ഞാനിവിടെ ഇരുന്ന് സംസാരിക്കുമല്ലേ എന്ന് നേരത്തെ അറിയാം. ശരി, ആ അറിയുന്ന കാര്യം ഇവിടെ നടക്കണമെന്നാണോ നടക്കേണ്ട എന്നാണോ അള്ളാഹുവിൻ്റെ തീരുമാനം? നടക്കണമെന്നാണ്. അല്ലായിരുന്നെങ്കിൽ എനിക്കിത് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു, നമ്മൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയാണെങ്കിലും. അപ്പോൾ അള്ളാഹുവിൻ്റെ ഉദ്ദേശമില്ലാതെ ഈ ലോകത്തൊന്നും സംഭവിക്കില്ല എന്ന്, സൃഷ്ടാവിൻ്റെ ഇറാദത്ത്, അവൻ്റെ ഉദ്ദേശമില്ലാതെ ഒരു കാര്യം ഈ ലോകത്ത് സംഭവിക്കില്ല എന്ന് സൃഷ്ടാവിൽ വിശ്വസിക്കുന്ന എല്ലാവരും വിശ്വസിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ അതൊരു ന്യൂനതയാകും ഈ സൃഷ്ടാവിന്. ഈ യുക്തിവാദിയും തൽക്കാലം സമ്മതിക്കേണ്ടി വരും. കാരണം ചോദ്യം ഒരു സൃഷ്ടാവിനെ കുറിച്ചാണല്ലോ. അപ്പോൾ ആ സൃഷ്ടാവിനെക്കുറിച്ച് അടിസ്ഥാനപരമായി വിശ്വസിക്കേണ്ട കാര്യം അവന് തൽക്കാലം വിശ്വസിച്ചേ പറ്റൂ, ഈ ചോദ്യം തീരുന്നത് വരെ. ഇനി അടുത്ത വിഷയം, മനുഷ്യന് സ്വന്തമായി കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള കഴിവുണ്ടോ? അതെല്ലാ മനുഷ്യരും അനുഭവിക്കുന്ന കാര്യമാണ്. എനിക്കിന്ന് രാവിലെ ഇങ്ങോട്ട് വരണോ വരണ്ടേ എന്നൊരു ചിന്ത വന്നിരുന്നു, ക്ലാസ് എടുക്കണോ വേണ്ടേ, അത് ഞാൻ തീരുമാനിച്ചു, വരണമെന്ന് തീരുമാനിച്ചു. അതാണ് ഇഖ്തിയാർ എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും ലളിതമായ ഉദാഹരണമാണെന്ത്? ഒരു അടി കൊടുത്താൽ മതി, അപ്പോൾ മനസ്സിലാകും. ഈ അടിച്ച ആളെ തിരിച്ചടിക്കണോ വേണ്ടേ? അവന് ഇഖ്തിയാർ ഇല്ലെങ്കിൽ തിരിച്ചടിക്കേണ്ട ആവശ്യമില്ല. ലോകത്തെല്ലാ രാജ്യത്തും ശിക്ഷയുണ്ട്, ഗവൺമെൻറ്റുകൾ. വധശിക്ഷ ഇല്ലെങ്കിലും വേറെ എന്തെങ്കിലും ശിക്ഷ ഉണ്ടാവും. ഇസ്ലാമിലെ ശിക്ഷകളല്ലെങ്കിലും വേറെ ഏതെങ്കിലും ഒരു ശിക്ഷ ഉണ്ടാവും. എന്തിനാണ് ശിക്ഷ? ഒരാൾ ഇഖ്തിയാറില്ലാതെ ചെയ്യുന്ന ആൾ, ഭ്രാന്തന്മാരെവിടെയും ശിക്ഷിക്കാറില്ല ലോകത്ത്. കാരണം അവർക്ക് ഇഖ്തിയാറില്ല. അവർ ഒരു കാറ്റിൽ പെട്ട ഒരു ഇല പറക്കുന്നത് പോലെ പറന്നുകൊണ്ടിരിക്കുക. അങ്ങനത്തെ ആളുകൾ ആരും ശിക്ഷിക്കാറില്ല. ഇഖ്തിയാറുണ്ട്, വലിയ ചെറിയ മാനസിക പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വലിയ വലിയ കുറ്റങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ വെറുതെ വിടുന്നത് എന്തുകൊണ്ടാണ്? ഭ്രാന്തിന് ഇഖ്തിയാറില്ല, അതുകൊണ്ടാണ് ശിക്ഷിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ മനുഷ്യന് ഇഖ്തിയാറുണ്ട് എന്നുള്ളത് എല്ലാ മനുഷ്യന്മാരും ഏകോപിച്ചിട്ടുള്ള കാര്യവുമാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഉണ്ട് എന്ന് ഉറപ്പായി. ഒരു സൃഷ്ടാവ് ഉണ്ടെങ്കിൽ അവൻ്റെ ഉദ്ദേശം ഈ ലോകത്ത് നടക്കണം. മനുഷ്യന്മാരെല്ലാവരും ഇഖ്തിയാറുള്ളവരാണ് എന്ന കാര്യം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇല്ല, ഞാനിപ്പോൾ എൻ്റെ കൈ ഇങ്ങനെ പൊന്തിക്കുന്നു, ഇവിടെ വെച്ച് ആ കൈ നിങ്ങളാരെങ്കിലും വന്ന് എടുത്ത് പൊന്തിച്ചു. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലേ? അപ്പോൾ ഒന്ന് ഇഖ്തിയാറുള്ളതാണ്, ഒന്ന് ഇഖ്തിയാറില്ലാതെ നടക്കുന്നതാണ്. ഇത് രണ്ടും വ്യത്യാസമുണ്ട് എന്നുള്ളത് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഒന്ന് നമ്മൾ അനുഭവിക്കുന്ന കാര്യം, മറ്റൊന്ന് സൃഷ്ടാവിൽ വിശ്വസിച്ചതിൻ്റെ അനിവാര്യമായ അനന്തരഫലം. അവൻ ഉദ്ദേശിക്കുന്നതേ നടക്കുകയുള്ളൂ. ഈ രണ്ട് കാര്യങ്ങളും ഉറപ്പായി. ഇതെങ്ങനെ ഒത്തുപോകുന്നു, എങ്ങനെ ഒരുപോലെ സംഭവിക്കുന്നു, ഒരുമിച്ച് സംഭവിക്കുന്നു? അള്ളാഹു ആലം. കാരണം ഇത് രണ്ടും ഒരുമിച്ച് സംഭവിക്കുക എന്നുള്ളത് അത് അള്ളാഹുവാണ് അത് സംഭവിപ്പിക്കുന്നത്. ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്നത്. അള്ളാഹു ഒരു കാര്യം ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ ഫെയിലാണ്. അള്ളാഹുവിൻ്റെ ഫെയിലിനെക്കുറിച്ച് സൃഷ്ടികൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഒരിക്കലും സാധിക്കുകയില്ല. നമ്മുടെ ബുദ്ധി പരിമിതമാണ്. ഇനി നിങ്ങളെ ദീനിലെന്താ ഇങ്ങനെ ഒരേ സമയത്ത് സൃഷ്ടാവും ഉദ്ദേശിക്കുന്നു മനുഷ്യനും ഉദ്ദേശിക്കുന്നു എന്ന് ചോദ്യം ചെയ്യുന്ന ഈ യുക്തിവാദി, അവൻ ഈ
കാരണം പറഞ്ഞ് ഇസ്ലാം വിട്ടു പോകുന്നതെന്ന് വിചാരിക്കും. അങ്ങനെ പോയ മുർത്തദ്ദുകളൊക്കെ ഉണ്ട്. അവനെങ്ങോട്ടാണ് പോകുന്നത്? ശാസ്ത്രത്തിലേക്ക് എന്നാണ് പറയുന്നത്. ശാസ്ത്രീയമായി യുക്തിപരമായി എല്ലാ പ്രശ്നങ്ങളും അവർ പരിഹരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ശാസ്ത്രപ്രകാരം ഈ വിഷയത്തിൽ എന്താണ് നിലപാട്? ശാസ്ത്രം പറയുന്നത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും, അല്ലെങ്കിൽ ശാസ്ത്രമെന്ന് ഇവർ പറയുന്നത്, മനുഷ്യരുടെ ഓരോ പ്രവൃത്തികളും അവൻ്റെ തലച്ചോറിൽ നടക്കുന്ന അല്ലെങ്കിൽ നെർവ്സിൻ്റെ ഉള്ളിൽ നടക്കുന്ന റിയാക്ഷനാണ്. അവിടെ കെമിക്കൽസും അവിടെയുള്ള ഇലക്ട്രിക് ചാർജും ഒക്കെ പ്രവർത്തിച്ചിട്ടാണ് നമ്മൾ പ്രവൃത്തികളായിട്ട് പുറത്തു വരുന്നത്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് എൻ്റെ തലച്ചോറിൽ കുറേ പ്രക്രിയകൾ നടന്നിട്ട് അത് ഈ നെർവുകളിലൂടെ പുറത്തു വന്ന് സംസാരിക്കുന്നു. ഈ തലച്ചോറിൽ നടക്കുന്ന റിയാക്ഷൻ അത് ഞാൻ നിയന്ത്രിക്കുന്നതാണോ? അല്ല. അപ്പോൾ എന്തോ ഒരു ശക്തി എന്നെ നിയന്ത്രിക്കുന്നുണ്ട്. മാത്രമല്ല, ഇനി ഈ തലച്ചോറിനെ കുറിച്ച് പഠിക്കാനൊന്നും കഴിയാത്തൊരു സാധാരണക്കാരനാണെങ്കിലും അവൻ ചിന്തിച്ചാൽ മനസ്സിലാക്കാം, നമ്മുടെ പ്രവൃത്തികളൊക്കെ നടക്കുന്നതിൽ പല ഘടകങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ ജനിച്ച സാഹചര്യം, നമ്മൾ ജീവിക്കുന്ന നാടിൻ്റെ സാഹചര്യം, അതുപോലെ തന്നെ അവിടെ നമുക്ക് ലഭിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ റോഡും ഈ വാഹന സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ ക്ലാസ് ഇവിടെ നടക്കില്ല. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ പല ഘടകങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്, നമുക്കറിയുന്നതും അറിയാത്തതുമായി. അപ്പോൾ നമ്മൾ പൂർണ്ണമായി സ്വതന്ത്രരല്ല. ഈ എല്ലാ ഫാക്ടേഴ്സിൻ്റെയും എല്ലാ ഘടകങ്ങളുടെയും അനന്തരഫലമാണ് നമ്മുടെ ഓരോ പ്രവൃത്തികളും. അതേസമയം സ്വാതന്ത്ര്യമുണ്ട് എന്നത് നമ്മൾ അംഗീകരിക്കുന്നു. അതുകൊണ്ടാണ് എല്ലാ ഭരണകൂടങ്ങളും ശിക്ഷകൾ നടപ്പിലാക്കുന്നത്, ജയിലിലിടുന്നത്, ശിക്ഷിക്കുന്നതൊക്കെ. അപ്പോൾ ഇത് രണ്ടും അവിടെയുണ്ട്, യുക്തിവാദത്തിലുണ്ട്. യുക്തിവാദിയുടെ രാജ്യത്തിലും ജയിലുണ്ട്, അവിടെയും തലച്ചോറ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരേ സമയത്ത് നിയന്ത്രിക്കപ്പെടുന്നവരുമാണ് സ്വതന്ത്രരുമാണ് മനുഷ്യൻ എന്നുള്ളതിൽ നിന്ന് അവന് മോചനമില്ല. പിന്നെ അങ്ങോട്ടാണ് പോകുന്നത്? നമുക്ക് സമാധാനിക്കാനൊരു സൃഷ്ടാവുണ്ട്, അള്ളാഹു ആലം, റബ്ബിനറിയാം എന്ന് പറയാനൊരു വകുപ്പുണ്ട്. കാരണം അങ്ങനെ വലിയ ഒരു റബ്ബുണ്ട് നമുക്ക്. ഇവനെന്താണുള്ളത്? എന്തിനു പിടിച്ചിട്ട് സമാധാനിക്കും? അപ്പോൾ കൂടുതൽ വലിയ എന്താ പറയുക, ചട്ടിയിൽ നിന്ന് തീയിലേക്ക് എന്ന് പറഞ്ഞ പോലെ അത് ഫിറ്റല്ല ഉദാഹരണം. കാരണം അവിടെ ചട്ടിയൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അവൻ്റെ സങ്കല്പത്തിൽ പോലും സംഭവിക്കുന്നത് എന്താണ്? വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്ക് എന്ന് പറഞ്ഞ ഉള്ള അവസ്ഥയിലേക്കാണ് ഈ ന്യായം പറയുന്നവർ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ അഖീദയുടെ പ്രധാനപ്പെട്ട ഒരു അസ്ല് ഖദറിലുള്ള വിശ്വാസം അത് ഈ ആയത്തിൽ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ഉദ്ദേശം അവിടെയുണ്ട്, അതോടൊപ്പം അള്ളാഹുവിൻ്റെ ഉദ്ദേശം അനുസരിച്ചേ അവൻ്റെ ആ ഉദ്ദേശം പ്രവർത്തിക്കുകയുള്ളൂ എന്നത് ഈ ആയത്തിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയാണ് സൂറത്ത് തക്വീറിൻ്റെ തഫ്സീർ. ഇൻഷാ അല്ലാഹ് അടുത്ത സൂറത്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശുദ്ധ ഖുർആൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കാനും അമൽ ചെയ്യാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക.